കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഡോക്ടർ ജയരാജ് ഒന്നെങ്കിൽ താങ്കൾ ആ ഓർഡർ പൂർണ്ണമായി വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളെ എല്ലാവരെയും, കേരളത്തിലെ ജനങ്ങളെ മുഴുവനും നിങ്ങൾ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദയവായിട്ട് ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ഒന്ന് എടുത്ത് വായിക്കണം. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 2018-19 മുതൽ 3 കൊല്ലത്തേക്ക് യാതൊരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി തന്നെ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുഖാന്തരം മുമ്പാകെ ബോധിപ്പിച്ചിരുന്നു, അഫിഡവിറ്റ് കൊടുത്തിരുന്നു, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു, മൊഴി കൊടുത്തിരുന്നു എന്ന് ആ ഓർഡറിൽ പറയുന്നുണ്ട്. 2017 സോഫ്റ്റ്വെയർ ആൻഡ് മാർക്കറ്റിംഗ് സർവീസസിന് വേണ്ടിയിട്ട് 2017 കരാർ എഴുതി. 2018-19 മുതൽ ആ സാമ്പത്തിക കരാർ മുതൽ 3 വർഷക്കാലത്തേക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി ബോധിപ്പിക്കുന്നു. അവിടെ കമ്പനിയാണ്, അവിടെ ആര് മൊഴി കൊടുത്തു, എന്ത് മൊഴി കൊടുത്തു എന്ന് യാതൊരു പ്രസക്തിയില്ല. കർത്ത കൊടുത്തുവോ, നീ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൊടുത്തുവോ, CMRL എന്ന് ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ലല്ലോ. ഈ കമ്പനിയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. അത് തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പണം എഗ്രിമെന്റിന് അനുസരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതാണ് അതിന്റെ കറക്റ്റ്. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും അങ്ങനെ തന്നെയാണ്. യാതൊരു വൈചിത്ര്യവും ഇല്ല അതിനകത്ത് യാതൊരു വൈചിത്ര്യവും ഇല്ല. കൃത്യമാണ്. ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് സേവനം എന്ന് പറഞ്ഞാൽ സേവനം പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ മണ്ടത്തരത്തിന് ഞാൻ വഴങ്ങുന്നില്ല. സാർ ഒന്ന് കേൾക്കണം. ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും പണം നൽകണം എന്നുള്ളത് ഇപ്പൊ ഇത് നമ്മുടെ AK ബാലൻ സാറിന്റെ തീവ്രത കുറഞ്ഞ കുറ്റത്തെക്കാട്ടും വലിയ ന്യായീകരണമായി പോയി. ഇത് പണം കൊടുക്കണം, അതായത് കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സേവനവും ഞങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും നിങ്ങൾ പണം തരണം. ബേഷ് ഗംഭീരായിട്ടുണ്ട് ഡോക്ടറെ. ഇത് ആരാ വിഴുങ്ങേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ ഇത് വിഴുങ്ങണോ? ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും ഈ പണം അതൊരു കമ്പനി കൊടുക്കണം എന്നുള്ളത് ഇത് കോടതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. അന്വേഷിച്ച് നോക്കൂ, സോഫ്റ്റ്വെയർ കമ്പനിയുടെ സർവീസസ് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കൂ. താങ്കൾ അത് അന്വേഷിച്ച് നോക്കിയതിനു ശേഷം പറയൂ. ഡോക്ടർ ജയരാജ്, താങ്കൾ വിദേശത്ത് സോഫ്റ്റ്വെയർ സർവീസസ് ഒക്കെ ആളാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ പ്ലീസ്, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഇത് കാണുന്നവർക്കും. കാരണം അതിനനുസരിച്ചുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യമാണോ പറയുന്നത് എന്നുള്ള കാര്യം. ഇല്ല സാറേ, എന്റെ ഒരു കമ്പനി ഉണ്ട്, ദയവായിട്ട് എനിക്ക് ഒരു കരാർ തരാനുള്ള സംവിധാനം ചെയ്യും. മെസ്സേജുകൾ വരുമല്ലോ, ഇത് കാണുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. എല്ലാവരും കാണുന്നുണ്ട് ഡോക്ടർ ജയരാജ്. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാവരും കാണുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, കാണട്ടെ. ദയവ് ചെയ്ത് മലയാളികളെല്ലാം മണ്ടന്മാരാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണ് എന്നൊരു ധാരണ അത് ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണമാണ് ഡോക്ടർ ജയരാജ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ഇങ്ങനെ ആളുകളെ പറഞ്ഞ് പിന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ താങ്കൾക്ക്? അങ്ങനെയുള്ള കരാറുകൾ ഉണ്ടാവും. അനിൽ, ഞാൻ ഒന്ന് പൂർത്തീകരിക്കാം. കാര്യങ്ങൾ തന്നെയാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇതിനകത്ത് ആരെയും ന്യായീകരിക്കേണ്ടെന്ന കാര്യമില്ല, കബളിപ്പിക്കേണ്ടെന്ന കാര്യമില്ല. ഡോക്ടർ ജയരാജ് ഒന്ന് പൂർത്തിയാക്കട്ടെ. മനസ്സിലായി നമുക്ക് എല്ലാവർക്കും. ഡോക്ടർ ജയരാജ്, നമുക്ക് താങ്കളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. താങ്കളുടെ ഒരു നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഒരു സംഗതി കൂടി, ഇതില് ഇങ്ങനെ ഈ പറയുന്ന ഈ സേവനത്തിന് യാതൊരുവിധ സേവനവും കൊടുക്കാതെ ആ കമ്പനി CMRL പൈസ കൊടുക്കുന്ന സമയത്ത് ഈ KSIDCയുടെ നോമിനി ഡയറക്ടറുടെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നു. ഇത് വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം KSIDCയുടെ നോമിനി ഡയറക്ടർ ഈ ഒരു പറയുന്ന CMRL കമ്പനിയുടെ ഈ 1.72 കോടി കൊടുക്കുന്ന ഈ ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത്, കിട്ടാത്ത സേവനത്തിന് പൈസ നൽകുന്ന സമയത്ത് ഗവൺമെന്റ് നോമിനി ഡയറക്ടർ എന്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? ആ മിനിറ്റ്സ് സത്യത്തെ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ KSIDC എതിർക്കും, 100% എതിർക്കും. കാരണം അടുത്ത പ്രതിപട്ടികയിൽ വരാൻ പോകുന്നത് KSIDCയുടെ നോമിനി ഡയറക്ടർ ആയിരിക്കും.
സ്വാഭാവികമായിട്ടും KSIDC നോമിനി ഡയറക്ടർ പ്രതിപ്പട്ടികയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നിരിക്കട്ടെ, എനിക്ക് നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാപ്പ് സാക്ഷിയായി വ്യവസായ മന്ത്രി ഇതിൽ കയറി പ്രതിപ്പട്ടികയിൽ കയറി വരുമോ എന്നൊക്കെ നമുക്ക് നാളെ മേലാൽ കാണേണ്ട സംഗതികൾ. നമ്മൾ കണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അതും ഒരു നിർണായകമായ മനോരാജ്യമൊക്കെ കൊള്ളാം, നന്നായിരിക്കട്ടെ. ബീഹാർ ജയിലിൽ പോകുന്ന മനോരാജ്യം കണ്ടു, മനോരാജ്യം കണ്ടു. ഒരാളും പറയാത്ത സംഗതിയാണ് ഡോക്ടർ. ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും പണം കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാക്കുന്ന ഒരു അവസ്ഥ താങ്കൾ എത്തിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോഴും താങ്കൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. KSIDC എന്തിനാണ് ഈ അന്വേഷണത്തെ PMRL ഈ തുക കൊടുക്കുന്ന സമയത്ത് KSIDCയുടെ ഡയറക്ടർ ഇത് എതിർത്തിരുന്നുവോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.